എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് മീൽ പ്ലേറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/4 പോർഷൻസ് സീരിയൽസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്, പിന്നെ ഒരു 1/4 പോർഷൻസ് പ്രോട്ടീൻ വരുന്നത്, ബാക്കി പകുതി ഭാഗം നമ്മുടെ വെജിറ്റബിൾസ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഒരു ICMR ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ചോറിടുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് പുട്ടാകാം, ഇടിയപ്പമാകാം, ഇഡ്ഡലിയാകാം, വാട്ടെവർ ആ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആ പ്ലേറ്റിന്റെ 1/4 ഭാഗം മാത്രമാക്കാൻ ശ്രദ്ധിക്കുക. ഈ 6 ടേബിൾ സ്പൂൺ ഒന്നും നിർബന്ധമില്ല. 5 തൊട്ട് ഒരു 7 ടേബിൾ സ്പൂൺ, 8 ടേബിൾ സ്പൂൺ മാക്സിമം നിങ്ങൾ റൈസ് നിർത്താൻ ശ്രമിക്കുക കേട്ടോ. ഇനി ആ മറ്റൊരു പ്ലേറ്റ് നമ്മൾ യൂഷ്വലി കഴിക്കുന്നത്ര ചോറ്. അതായത് നമ്മൾക്ക് മലയാളികൾക്ക് എപ്പോഴും റൈസ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ അതിനൊപ്പമുള്ള വെജിറ്റബിൾസോ പ്രോട്ടീനോ ചിലപ്പോൾ മീലിൽ ഉണ്ടാകില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പ്ലേറ്റാണ് ഇപ്പോൾ സെക്കൻഡ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒരു ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് ചോറ്, പിന്നെ നമുക്കൊരു പയറും ചീരയും ഒരു കറിയായി, ഒരു സാലഡായി. ഇതാണ് നമ്മൾ എപ്പോഴും ഒരു നോർമൽ ഡയറ്റിൽ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനാണെങ്കിൽ പോലും ആൾക്കാർ ഇങ്ങനെയാണ് യൂഷ്വലി കഴിക്കാറ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ ഒരു പ്ലേറ്റിന്റെ 1/4 ഭാഗം നമ്മൾ ചോറെടുത്തു. അതേപോലെ 1/4 ഭാഗം നമ്മൾ പരിപ്പും ചീരയുമുള്ള ചാറുകറി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ, അത് വാഴച്ചുണ്ടും ചെറുപയറും കൂടെ ഉള്ളൊരു തോരനാണ്. വാട്ടെവർ ഒരു തോരൻ, ഒരു വെജിറ്റബിൾ സോഴ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1/4 പോർഷൻസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ട പൊരിച്ചതും കൂടെ. ഇനി നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ ഒരു വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആളാണെങ്കിൽ, കുറച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രോട്ടീൻ എമൗണ്ട് ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു മുട്ട പൊരിച്ചതും കൂടെ കുറച്ച് ഓയിലിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സാലഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബാലൻസ്ഡ് മീൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ അതിന് പകരം പനീറാക്കാം. ഇനി ഒരു 1/4 പോർഷൻ ചോറ്, പിന്നെ പരിപ്പും ചീരയും, പിന്നെ ബാക്കി പോർഷൻസ് നിങ്ങൾക്ക് വെജിറ്റബിൾ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യാം. എപ്പോഴും ഒരു വെജിറ്റബിളിൻ്റെ എമൗണ്ട് കൂടുതലെടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് പെർ ഡേ 400 ഗ്രാംസ് വെജിറ്റബിൾസ് ഡയറ്റിൽ ഉണ്ടാകണം. ഒരു മീലിലല്ല പറയുന്നത്, ഒരു ഫുൾ ഡേ എമൗണ്ട് ആണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് എപ്പോഴും നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ